ഹായ് ഓൾ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തൃശ്ശൂരിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ ഗോഡൗൺ അവിടെയാണ് വരുന്നത്, അതായത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട്. വെളപ്പായ മുണ്ടൂർ റൂട്ടാണ്. അപ്പം ഞങ്ങളിന്ന് വെളപ്പായയിൽ ഫുഡ് കഴിക്കാൻ പോയൊരു സ്പോട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ പോയത് ഹോംലി ഫുഡ് തേടിയാണ് പോയത്. ശരിക്കും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്ന് വെച്ചാൽ ഇത് തന്നെയായിരിക്കും. കാരണം നല്ല തിരക്ക് അവിടെ. ചെറിയൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് എന്നത് രതിക ഹോട്ടൽ എന്നാണ്. വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട് ആ ഹോട്ടൽ. ചെറിയൊരു ഓടൊക്കെ ഇട്ട പഴയ കാല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിരുന്ന നല്ലൊരു ഹോട്ടൽ. അതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്, മേശ, ബെഞ്ച് എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയൊരു ഹോട്ടലാണ്, എന്നാലും എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ ഉണ്ട്. ബിരിയാണി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല മീൽസ് ആയിരുന്നു. അവിടുത്തെ മീൽസ് അടിപൊളിയാണെന്ന് കേട്ടു. നല്ല വെള്ള ഉണ്ട അരിയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിനിപ്പോൾ സ്പെഷ്യലായിട്ട് ബീഫ് റോസ്റ്റ്, പിന്നെ കണവ ഫ്രൈ ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആൻഡ് എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ സാമ്പാർ എനിക്ക് അത്രയും പിടിച്ചില്ല, കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല, കുഴപ്പമുണ്ടായില്ല. പിന്നെ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ തൈരും അടിപൊളിയായിരുന്നു. സംഭാരം ഉണ്ടായിരുന്നു വേറെ എക്സ്ട്രാ. അങ്ങനെ നല്ല ഉണ്ട വെള്ളരിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൽസ്. അതിൻ്റെ ഒപ്പം കിട്ടിയ കൂട്ടുകറികൾ അടിപൊളിയായിരുന്നു, അതും രക്ഷയുണ്ടായില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ ഭരണിയിലിരുന്ന ബിസ്ക്കറ്റ്, ഞാൻ ആദ്യമായിട്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്. പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്ന ബിസ്ക്കറ്റുകൾ അതൊക്കെ. അതിലെ നടുക്കിരിക്കുന്നതിൽ ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, പേര് എനിക്കറിയില്ല. ഞങ്ങൾ മേടിച്ചത് ഒരു വട്ടത്തിലുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ അവിടെ പൊറോട്ട അടിക്കുന്ന ചാനലാണ്. അവിടെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, ഒരു നല്ല ഫ്രഷ് പൊറോട്ടയൊക്കെ. ഇത് അടുത്ത പള്ളിയാണ് കേട്ടത്. ഞങ്ങൾ പോണ വഴിക്ക് ഇതാണ് ആ കാണുന്ന ഹോട്ടല്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു വണ്ടിയിലിരുന്ന്. സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റ് ബിസ്ക്കറ്റായിരുന്നു. ഞാൻ ഇതുവരെ ആ ടേസ്റ്റ് കഴിച്ചിട്ടില്ല. ടേസ്റ്റിൽ അതൊരു നല്ല ക്രഞ്ചി ആയിട്ട് തേങ്ങയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും നമുക്കത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആ വഴിയിൽ കൂടെ പോകണ്ടെങ്കിൽ രതിക ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ മറക്കണ്ട. നല്ല റിവ്യൂ ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും രതിക ഹോട്ടലിന്. ലൊക്കേഷനൊക്കെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.